യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹവും നല്ലൊരു ദിവസവും പിതാവായ ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിലായിരിക്കുവാൻ നമ്മൾ ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനത്തിന് ദൈവവചനം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ഒരു ദിവസം തുടങ്ങുവാൻ എടുത്ത നല്ല ഒരു തീരുമാനത്തിന് ദൈവം ഇന്ന് സമൃദ്ധമായ അനുഗ്രഹങ്ങൾ തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 18-ാം തിരുവചനം. ഒന്നും അങ്ങേക്ക് അസാധ്യമല്ല. അങ്ങ് 1000 തലമുറകളോട് കാരുണ്യം കാണിക്കുന്നു. എന്നാൽ പിതാക്കന്മാരുടെ അകൃത്യത്തിന് മക്കളോട് പകരം വീട്ടുകയും ചെയ്യുന്നു. ശക്തനും പ്രതാപവാനുമായ ദൈവമേ, അങ്ങയുടെ നാമം സൈന്യങ്ങളുടെ കർത്താവ് എന്നാണല്ലോ. ആമേൻ ചൊല്ലി നമുക്ക് ഈ വചനം ഏറ്റെടുക്കാം. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അവിടുന്ന് സൈന്യങ്ങളുടെ കർത്താവാണ്. യുദ്ധങ്ങളെ നിയന്ത്രിക്കുന്നത് അവിടുന്നാണ്. ഇപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന യുദ്ധങ്ങൾ പോലും നിർത്തുവാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ദിവസങ്ങളിൽ ആ യുദ്ധം നിർത്തുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ മുട്ടുകുത്താം. യുദ്ധത്തിൻ്റെ കെടുതികൾ ലോകം മുഴുവനും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, അങ്ങേക്കെല്ലാം സാധ്യമാണല്ലോ. അങ്ങ് സൈന്യങ്ങളുടെ കർത്താവാണല്ലോ. ആ സൈന്യങ്ങളുടെ കർത്താവായ അങ്ങ് ഈ ദിവസങ്ങളിൽ ഈ യുദ്ധം ശാന്തമാക്കി നിർത്തുന്നതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും നമ്മുടെ രക്ഷകനും നാഥനുമായ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. അവരെല്ലാവരും ഈശോയുടേതാക്കി മാറ്റാം. നമ്മുടെ ദൈവത്തിൻ്റെ മക്കളാക്കി അവരെ മാറ്റാം. ദർശനങ്ങളാലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ദൈവം അവരെ ഓരോരുത്തരെയും തൻ്റേതാക്കി മാറ്റുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ രക്ഷകനും ലോകത്തിൻ്റെ സമാധാനദായകനുമായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം
സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.